ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്രമാറ്റിൽ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഭിയും ജലജയും അതേപോലെ തന്നെ നവ്യയും കൂടി പൂജാറൂമിൽ നിൽക്കുക. അപ്പോൾ പൂജയ്ക്കുള്ള കാര്യങ്ങൾ വേണ്ടിയാണ് ചെയ്യുന്നത്. അഭി ഇന്ന് മാനേജറായിട്ട് ജോയിൻ ചെയ്യുകയാണല്ലോ, അതിൻ്റെതായ ഒരു പൂജകളാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ പൂജകളെല്ലാം കഴിഞ്ഞ് നമ്മുടെ നവ്യയാണെങ്കിൽ എല്ലാവർക്കും ആരതി കഴിഞ്ഞപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, എന്നാലും എൻ്റെ പൊന്നുമോളെ ഇതാരും വന്നില്ലല്ലോ. അഭിയുടെ കാര്യം വന്നപ്പോൾ ഈ പൂജാറൂമിൽ ആരുമില്ല. എന്തിനാ അമ്മേ മറ്റുള്ള ആൾക്കാരൊക്കെ? അവരെയൊക്കെ ഞാൻ വിളിച്ചതാ, പക്ഷെ അവർക്കൊക്കെ പുച്ഛം. എന്തിനു പറയുന്നു? സ്വന്തം കൂടപ്പിറപ്പായ അവന്തികയെ പോലും ഞാൻ വിളിച്ചിട്ട് അവന്തികയ്ക്ക് വരാൻ കഴിയില്ലായിരുന്നു. അഭിക്ക് മാനേജർ ജോലി കിട്ടുന്നൊന്നും ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അവരെയൊന്നും നോക്കേണ്ട ആവശ്യമില്ലെന്നേ. അവൻ നല്ലതായിട്ട് ജോലി ചെയ്യണം, അതുമാത്രമേ നമ്മളുടെ ആഗ്രഹമുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജയാണെങ്കിൽ, മോളെ എല്ലാം നിന്റെ കഴിവ് കൊണ്ടാണെങ്കിൽ എൻ്റെ പ്രാർത്ഥനയും കൂടി ഉണ്ട് ഈ കൂട്ടത്തിൽ. അതുകൊണ്ടാ അവന് നല്ലൊരു പൊസിഷൻ തന്നെ കിട്ടിയത്. അഭി, ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം. നീ നന്നായിട്ട് ജോലി ചെയ്യണം, അവിടെ ആത്മാർത്ഥത കാണിക്കണം. അവരെ കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കരുത്. അവർ നിന്നെക്കുറിച്ച് പ്രശംസയോടെ പറയണം എന്നൊക്കെ ഇങ്ങനെ അഭിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നവ്യെ ഉറപ്പായിട്ടും ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. ഞാനിവിടെ നന്നായിട്ട് ജോലി ചെയ്യും. ഈ മാനേജർ സ്ഥാനം എനിക്ക് വാങ്ങി തന്നത് അത് നീ തന്നെയാണ് നവ്യെ. അതിനുള്ള കടപ്പാട് മുഴുവനും എനിക്ക് നിന്നോടുണ്ട് നവ്യെ എന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ കണ്ടില്ലേ, നിന്നെ തകർത്തുകൊണ്ടാണ് ആനി MD ആയിട്ട് അവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവനെല്ലാം തറ പറ്റിച്ചുകൊണ്ട് നിനക്കിനി ഉയരങ്ങളിലേക്ക് എത്തണ്ടേ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ അഹങ്കാരം ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട്. അവൻ MD ആയിട്ട് മൂർത്തീസ് കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്തായിരുന്നു അഹങ്കാരം. പക്ഷേ ഇനി ഞാനതൊന്നും സഹിക്കാനായിട്ട് പോകുന്നില്ല. അവൻ താഴെ ഇറങ്ങും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു കഴിവില്ലാത്തവനാണ്. അവൻ ചുമ്മാ കസാലിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ കഴിവ് എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നവ്യാണെങ്കിൽ അങ്ങനെ തന്നെ വേണം. ഏതായാലും അവിടെ ജ്വല്ലറി ഉയരങ്ങളിലേക്ക് തന്നെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും എന്നോട് കാണിച്ചതിന് അവർക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ ആ പൂജകളെല്ലാം അവസാനിപ്പിച്ച് അവിടെ നിന്ന് പടിയിറങ്ങുക. ഈ സമയം തന്നെ ജ്വല്ലറി കാണിക്കുകയാണ്. അപ്പോൾ അഭിയെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും കൂട്ടം കൂടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇയാളാണെങ്കിൽ ഈ മാളവികയോട് പറയണം, അഭി മാനേജറായിട്ട് വരുന്ന ആ ഒരു നിമിഷത്തിൽ എല്ലാവരും സ്വീകരണം കൊടുക്കണം. പിന്നെ മാളവിക, ഈ പൂച്ചെണ്ട് നിങ്ങൾ തന്നെ കൊടുത്ത് സ്വീകരിച്ചാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏതായാലും അഭിസാറ് മാനേജറായിട്ട് വരികയല്ലേ, വളരെയേറെ സന്തോഷമുണ്ട് എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ വരുന്നു നമ്മുടെ നവ്യ അഭിയുടെ കയ്യും പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പം എല്ലാവരും കൂടെ നിന്ന് ഇങ്ങനെ ഒരു സ്വീകരണം കൊടുക്കുമെന്ന് ഇവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഇവർ ചെന്നിട്ട് അഭിയെ വെൽക്കം ചെയ്യുകയാണ്. അങ്ങനെ മാളവികയാണെങ്കിൽ ആ പൂച്ചെണ്ടൊക്കെ കൊടുക്കുകയാണ്. വരൂ അഭി എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളും ഇങ്ങനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ മാളവികയ്ക്കാണെങ്കിൽ ഭയങ്കര ഡൗട്ടാണ്. എല്ലാം പറഞ്ഞതുപോലെ കേട്ടോ. അപ്പോൾ നമുക്കിനി മാനേജർ സ്ഥാനത്തേക്ക് അങ്ങോട്ട് ഇരുന്നാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സാറേ ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയൊക്കൊന്നും വേണ്ടടോ. ചിലവരുടെ തീരുമാനങ്ങളാണല്ലോ ഇങ്ങനെ ആക്കാനുള്ള കാരണം. അപ്പോഴാണ് മാളവിക മനസ്സിൽ ചിന്തിക്കുന്നത്, ആ ചിലവർ അവരെയാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. അതുടനെ തന്നെ ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നും ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്. അങ്ങനെ ഇവർ ഈ ഡേവിഡ് ആണെങ്കിൽ അഭിയെയും നവ്യയും കൂട്ടി ആ ഒരു ക്യാബിലേക്ക് പോവുകയാണ്. കൂടെ നമ്മുടെ മാളവികയും ഉണ്ട്. അപ്പോൾ അഭി ഇങ്ങനെ ആ കറങ്ങുന്ന കസാര ഇങ്ങനെ കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. തൻ്റെ കസാരയാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് അഭിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പം അഭിക്കാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു സന്തോഷവും സമാധാനം ഒക്കെ തോന്നുകയാണ്. അങ്ങനെ ഏതായാലും താനിവിടെ ഇരുന്നോളോ, എന്താ നോക്കുന്നത്, താനിവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ, സാറേ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ സാറേ, എനിക്ക് ഇങ്ങനൊരു പൊസിഷൻ തന്നല്ലോ, അതിനെ ഒരുപാട് ഈ സാറോട് എത്ര കടപ്പെട്ടാലും എനിക്ക് മതിയാവില്ല എന്ന രീതിയിൽ തന്നെ സംസാരിക്കണം. അതൊക്കെ ഇരിക്കട്ടെ, താൻ അവിടെ ഇരിക്കുക. അങ്ങനെ നമ്മുടെ അഭി ആ മാനേജർ കസാരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴും ഡേവിഡിൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പോൾ സാറ് നരേന്ദ്രൻ സാറിന് അവിടെ നിന്ന് കാണുന്നുണ്ടാകും, അതിനു വേണ്ടിയാണല്ലോ അവിടെ തന്നെ അങ്ങനെ ഇരിക്കാനായിട്ട് പറഞ്ഞത്. അങ്ങനെ എടോ, തനിക്കിനിപ്പോൾ വയച്ചടി കയറ്റം തന്നെയായിരിക്കും. അടുത്തതേ GM ആയിട്ട് താൻ മാറുക തന്നെ ചെയ്യും. സാറേ സത്യമാണ് സാറേ,
അതേന്നേ, എല്ലാം നവ്യയുടെ മിടുക്ക് തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാളവികയോട് പുറത്തിറങ്ങി പോകാൻ പറയാണ്. മാളവികയോട് പുറത്തിറങ്ങി പോകാൻ പറഞ്ഞപ്പോഴേക്കും മാളവിക്ക് ഭയങ്കര ഡൗട്ടാണ്. എന്തിനാണ് ആ സമയത്ത് എന്നോട് പുറത്തിറങ്ങി പോകാൻ പറഞ്ഞത്? അപ്പോൾ ഇവരെന്തൊക്കെയോ ഒരു കളി ഉണ്ടല്ലോ, എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മാളവിക മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ GM ആകുന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോഴും എല്ലാത്തിനും കാരണക്കാരി നവ്യയാണ്. നവ്യ ഇവിടെ മോഡലായിട്ട് വന്നതുകൊണ്ടാണല്ലോ തനിക്ക് ഇവിടെ മാനേജറായിട്ട് ജോലി കിട്ടിയത്. ഇനി നവ്യയുടെ ഓരോ കഴിവുകളനുസരിച്ചും തൻ്റെ ഓരോ കഴിവുകളനുസരിച്ചും ഓരോ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അടുത്തത് GM ആകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ദൈവമേ, ഞാനിത് സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണ്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായെന്നും പറയുകയാണ്. അങ്ങനെ ശരി ആയിക്കോട്ടെ, തൻ്റെ ജോലി നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഡേവിഡ് അവിടെ നിന്ന് പോവാം. അപ്പോൾ ഡേവിഡ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നവ്യ അഭിയെ നോക്കിയിട്ട് സന്തോഷമായോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും നവ്യ, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാനിവിടെ നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ ജോലി ചെയ്യുള്ളൂ. എപ്പോഴും നീ പറയുന്നത് മാത്രം ഞാൻ കേൾക്കുള്ളൂ. നീ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കാറുള്ളൂ നവ്യെ. ഇനി ഞാൻ ഒരു തെറ്റിലേക്കും പോവില്ല എന്ന രീതിയിൽ തന്നെ സത്യമടിച്ചിങ്ങനെ പറയുകയാണ്. എനിക്കത് കേട്ടാൽ മതി അഭി. ഇതിലെങ്കിലും നീ നന്നായിട്ട് പുരോഗമിക്കണം. മൂർത്തീസ് ആൾക്കാരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞവരാണ്. അവരുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കണം. അവരുടെ മുന്നിൽ ഒരിക്കലും തല താഴി നിൽക്കാനായിട്ട് പാടില്ല അഭി എന്നും പറഞ്ഞുകൊണ്ട് അഭിയോട് പറയാം, ഏതായാലും നമുക്കൊരു സെൽഫിയൊക്കെ എടുക്കാം. നീ ഏതായാലും മാനേജറായിട്ട് ജോലിയൊക്കെ ചെയ്തല്ലേ, ജോലിക്ക് കയറിയല്ലേ, അതുകൊണ്ട് നമുക്കൊരു സെൽഫി എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി സെൽഫി എടുക്കുക. പിന്നീട് കാണിക്കുന്നത് ഈ നരേന്ദ്രനാണെങ്കിൽ ഫോണിൽ കൂടി കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നരേന്ദ്രന് ഭയങ്കര സന്തോഷം എന്നാണ്. അവന്തികയും അതേപോലെ തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നരേന്ദ്രൻ പറയാണ്, കണ്ടില്ലേ എൻ്റെ മകൻ ഇപ്പതേ മാനേജർ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തത്. പക്ഷെ അവനിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതെങ്ങനെ സംഭവിച്ചു, എന്നെ എങ്ങനെയാണ് ഈ മാനേജർ സ്ഥാനത്ത് ഇവരിങ്ങനെ ഇരുത്തിയത് എന്നൊക്കെ ആയിരിക്കും എൻ്റെ മകൻ ഇവിടെ ചിന്തിക്കുന്നത്. ഇനി അധികം താമസിയാതെ MD ആക്കും അച്ഛാ എന്ന് ചോദിച്ചപ്പോഴേക്കും തീർച്ചയായിട്ടും MD ആക്കും. എൻ്റെ മകൻ നമ്മുടെ കമ്പനിയുടെ MDയും പിന്നെ മോളും MD ആയിട്ട് ഞാനങ്ങോട്ട് നിശ്ചയിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആർക്കറിയാം, ഇനി അവകാശങ്ങളൊക്കെ പറഞ്ഞ് വേറെ ആരും വന്നില്ലെങ്കിൽ കൊള്ളാം. അതെ, അച്ഛൻ കുറേ വർഷത്തോളം ഞങ്ങളെയൊന്നും കാണാതിരിക്കുകയായിരുന്നല്ലോ. ആ സമയത്ത് വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടോയെന്ന് ആർക്കറിയാം എന്ന് നരേന്ദ്രൻ നോക്കി നമ്മുടെ അവന്തിക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? മോളെ, ഇത്രയും വർഷക്കാലം അച്ഛൻ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടത് നിങ്ങളുടെയൊക്കെ മുഖം ആലോചിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇങ്ങനെ മനസ്സിൽ കൊള്ളുന്ന കാര്യങ്ങളൊന്നും പറയല്ലേ മക്കളെ. ഇത് കേട്ടപ്പോഴേക്കും അയ്യോ ഇല്ല അച്ഛാ, ഞാൻ ചുമ്മാ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മോളെ, പിന്നെ മോളുടെ കല്യാണമൊക്കെ കഴിയുമ്പോൾ ഇനി ഇവിടെ ഈ കമ്പനി തീർച്ചയായിട്ടും പുരോഗമിക്കും. അതിന് വേറെ ആളെ കണ്ടെത്തേണ്ട ആവശ്യമില്ലല്ലോ അച്ഛാ. എനിക്കതിന് അനിയേട്ടനുണ്ടല്ലോ. എൻ്റെ അച്ഛൻ കണ്ടെത്തി തന്ന ആളല്ലേ എൻ്റെ അനിയേട്ടൻ. അപ്പോൾ അനിയേട്ടനാണ് എൻ്റെ വരനായിട്ട് വരാൻ പോകുന്നത്. അനി വരട്ടെ, അവൻ നല്ല മിടുക്കനായ ചെറുക്കനാണ്. അവനും കൂടി നമ്മുടെ ഈ ഫാമിലിയിലേക്ക് വന്നു കഴിയാൻ നേരത്ത് പിന്നെ മൂർത്തീസ് കമ്പനിയെ അടിച്ച് പതനം പരത്തുന്ന ആ ഒരു നിമിഷത്തിലേക്ക് എത്തിക്കഴിയും. പിന്നെ ഈ AM ജ്വല്ലറി ഉയർച്ചകളിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മൾ 3 പേരും കൂടി നിന്ന് ഒത്തൊരുമിച്ചുകൂടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല മോളെ എന്ന് പറയാണ്. ആച്ചാ, അതിനു വേണ്ടി തന്നെയാണ് അച്ഛൻ ഞാനും കാത്തിരിക്കുന്നത് എന്നിങ്ങനെ അവന്തികയും സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശ്. അപ്പോൾ ആദർശും മാളവികയും കൂടി വേറൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മീറ്റ് ചെയ്യുക. അപ്പോൾ മാളവിക ഇങ്ങനെ പറയുകയാണ്, എന്താണെന്നറിയില്ല, ആ അഭിയാണെങ്കിൽ മാനേജറായിട്ട് ജോലി ചെയ്യാനായിട്ട് അവിടെ വന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നെ പുറത്താക്കിയിട്ട് അവരെന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആണോ? എന്തിനായിരിക്കും മാളവികയെ പുറത്താക്കിയത്? അത് തന്നെയാണ് സാറേ ഞാനും ആലോചിക്കുന്നത്. എന്തിന് എന്നെ പുറത്താക്കിയിട്ട് ഇവർ കയറുന്ന് സംസാരിച്ചു? ഇതിന് പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട്. അവരാരാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഇടയ്ക്ക് ഡേവിഡ് സാറിങ്ങനെ പറയുന്നുമുണ്ട്, ഞാനെല്ലാം നിശ്ചയിക്കുന്നതെന്നൊക്കെ ആരോടൊക്കെ ഇങ്ങനെ ഫോണിൽ കുറേ നേരം സംസാരിക്കുന്നുണ്ട്. ആ പുറത്തുനിന്ന് ആരോ എന്തൊക്കെയാണ് പറയുന്നതനുസരിച്ചാണ് ഈ ഡേവിഡ് സാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ആദർശാണെങ്കിൽ അതാരാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ആ വഴി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമായി മാളവികയെ. അതിന് ഞാനും ട്രൈ ചെയ്യുന്നുണ്ട് സാർ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ആദർശിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അത് നയനയുടെ കോളായിരുന്നു. പെട്ടെന്ന് കോൾ എടുത്തിട്ട് എന്താ നയന എന്ന് ചോദിച്ചപ്പോഴേക്കും, ആദർശേട്ടാ എനിക്ക് വല്ലാതെ തളർച്ച തോന്നുന്നു ആദർശേട്ടാ, വയറും വേദനിക്കുന്നുണ്ട്. ഇത് കേട്ടാ ആദർശ് ഞെട്ടിപ്പോവാണ്. അയ്യോ നയനെ, ആദർശേട്ടാ പേടിക്കണ്ട,
പേടിക്കാനൊന്നുമില്ല. പക്ഷേ ആദർശേട്ടൻ പെട്ടെന്നൊന്നും ഇവിടെ വന്നാൽ മാത്രം മതി. ശരി, ഞാൻ ഇപ്പം തന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കണം. മാളവികയെ, ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, അവൾക്ക് എന്തോ അസ്വസ്ഥതയാണെന്നാണ് പറയുന്നത്, ഞാൻ ഉടനെ ചെല്ലട്ടെ. ശരി സാറേ, പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വിടുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് നേരെ എൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നയനെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് വയറുവേദന, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറയണ പേടിക്കാനൊന്നുമില്ല, പക്ഷെ ചില കാര്യങ്ങളല്ല നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. അതെ, ഇനി അലച്ചിലൊന്നും വേണ്ട. യാത്രകൾ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. വീട്ടിൽ തന്നെ നന്നായിട്ട് വിശ്രമം വേണം. നിങ്ങളുടെ വൈഫിൻ്റെ ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്, ശരീരം ബോഡി കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് യാത്രയൊന്നും വേണ്ട എന്ന്. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ ആദർശാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കണ്ടേ എൻ്റെ മാഡം. എൻ്റെ ഒപ്പം യാത്ര ചെയ്യണമെന്നല്ല ഒരു നിർബന്ധമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ നിർബന്ധിക്കുന്നത്? കൊണ്ടുപോകാൻ ആളുള്ളത് കൊണ്ടല്ലേ. എടോ, തൻ്റെ ഭാര്യ വരണമെന്ന് പറയുമ്പോഴേക്കും നിർബന്ധിച്ച് അങ്ങോട്ട് പറയണം, വരാൻ പറ്റില്ല, ഇവിടെ തന്നെ ഇരുന്നാൽ മതിയെന്ന്. മനസ്സിലായോ എന്നൊക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയണം. ശരി, എങ്കിൽ പിന്നെ ഹെൽത്ത് നന്നായിട്ട് നോക്കിക്കോട്ടോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെയൊക്കെ ചെയ്യണം, നല്ല വിശ്രമം വേണമെന്നും പറയാം. ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് നമ്മുടെ അനന്തമൂർത്തി മുത്തശ്ശനെ കാണിക്കുകയാണ്. മുത്തശ്ശനെ കാണിച്ച് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശന് ഡോക്ടറിൻ്റെ കോള് വരികയാണ്. പിന്നെ സാറ് പറഞ്ഞതുപോലെ തന്നെ സാറിൻ്റെ കൊച്ചുമോനോടും മോളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ വേണ്ട വിധത്തിൽ കൈകാര്യങ്ങളെല്ലാം ചെയ്തോ. പിന്നെ അല്ലാതെ സാറ് പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ തന്നിട്ട് റെസ്റ്റ് ചെയ്യണം, ഇനി അലച്ചിലൊന്നും വേണ്ട, യാത്ര ചെയ്യാനായിട്ട് പാടില്ല, ബോഡി കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല ഡോക്ടർക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഡോക്ടർ അത് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ പിന്നാലെ അലച്ചിലായിട്ട് നടക്കും. അത് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം. മനസ്സിലായി സാറേ, ഇനി നയന മോള് എങ്ങോട്ടും പോകില്ല, എന്താ അതുപോരെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുക. അപ്പം നമ്മുടെ മുത്തശ്ശി വരികയാണ്. മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഞാൻ ഡോക്ടറോട് സംസാരിച്ചായിരുന്നു. ഡോക്ടർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നയന മോൾക്ക് ഒരു കുഴപ്പമില്ല, ഇനി യാത്രയൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നന്നായി. ഇനിയിപ്പോൾ എനിക്ക് ആ കുഞ്ഞിനെ കാണാനേ വല്ലാത്തൊരു ആഗ്രഹമാണ്. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടാൽ മതി. ഇനിയിപ്പോൾ 3 മാസമായല്ലോ, ഇനിയുണ്ട് ഒരു 6 മാസം കൂടി. അത് കഴിയുമ്പോഴേക്കും കുഞ്ഞിനെ കാണേണ്ടി വരും. പിന്നെ കുഞ്ഞിനെ കാണണ്ടേ, അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ പിണക്കവും ദേഷ്യവും എല്ലാം മാറ്റി വെക്കേണ്ടി വരും. അപ്പോഴേക്കും ആ പിണക്കവും ദേഷ്യവും എല്ലാം മാറും. അപ്പോഴേക്കും ആദർശ് യഥാർത്ഥ കള്ളനെ കണ്ടെത്തും. എന്താ ഇതിന് ഉറപ്പുണ്ടോ? കാരണം അവൻ ആ വക്കിലെത്തിക്കഴിഞ്ഞു. ഇനി അവരെ കണ്ടെത്തിയാൽ മാത്രം മതി. അപ്പോൾ എല്ലാം അവസാനിച്ച് നയനമോൾക്കുണ്ടാവുന്ന ആ കുഞ്ഞിനെ എനിക്ക് കണ്ണിറയെ കാണാനായിട്ട് പറ്റുമോ, താലോലിക്കാനായിട്ട് പറ്റും. അതിൽ യാതൊരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്ന് മുത്തശ്ശനും പറയണം. കൊള്ളാം, ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം കൊള്ളാം. അല്ല, അതല്ല ഇരിക്കട്ടെ, ആ പലഹാരം ഉണ്ടാക്കുന്ന പെണ്ണ് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. ഞാനവിടെ വിളിച്ചായിരുന്നു, ഉടനെ തന്നെ വന്നേക്കും. ഏതായാലും ഇദ്ദേഹം പറഞ്ഞിട്ടാണല്ലോ അവൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെ, നയനമോൾക്ക് നല്ല നല്ല പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണ്ടേ, അതിന് വേണ്ടി തന്നെയാണ് എന്ന രീതിയിൽ തന്നെ സംസാരിക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ പലഹാരം ഉണ്ടാക്കുന്ന ആ സ്ത്രീയായിട്ട് നമ്മുടെ ദേവയാനിയും മുത്തശ്ശിയും കൂടി നയനയുടെ വീട്ടിലെത്തിരിക്കുക. അപ്പം മുത്തശ്ശിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് ഭയങ്കര സന്തോഷം. മോളെ, മോൾക്ക് വേണ്ടി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഞാനും ഇതേപോലെ ഗർഭിണിയായിരിക്കുമ്പോഴേ മോളുടെ മുത്തശ്ശൻ ഇവളെയാണ് വിളിച്ചുകൊണ്ടിരുന്നേച്ചത്. അതെ, നന്നായിട്ട് പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി തരുന്ന ഒരാൾ തന്നെയാണ്. ഇവരുടെ അമ്മയും അതേപോലെ തന്നെ ഇവരുടെ കുടുംബ പാരമ്പര്യത്തിൽ തന്നെ നല്ല പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി തരും. ഇതൊക്കെ തിന്നു കഴിഞ്ഞാലേ മോൾക്ക് നല്ല എൻ്റെ സുന്ദര കൊച്ചിന് ജനിക്കും എന്നൊക്കെ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയന മോൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം നയന ഇങ്ങനെ ചോദിക്കുകയാണ്, അല്ല മുത്തശ്ശി, എങ്ങനെയുണ്ട് മുത്തശ്ശൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവിയാനാണെങ്കിൽ എവിടെന്ന് ഒരു മാറ്റവും അതേപോലെയൊക്കെ തന്നെയുണ്ട്. അങ്ങനെ മാറൂലല്ലോ അച്ഛൻ എന്ന് പറയുമ്പോൾ നയനയ്ക്ക് കുറച്ച് സങ്കടമൊക്കെ തോന്നുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.